ഖായിമുൻ ബിനഫ്സിഹിയാണ്. അതായത് സ്വയം നഫ്സ് കൊണ്ട്, സ്വയം ദാത്ത് കൊണ്ട് നിലനിൽക്കുന്നവനാണ് അല്ലാഹു തആല. അവർക്ക് നിലനിൽക്കാൻ ഒരു ശരീരത്തിന്റെ ആവശ്യമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവയവങ്ങളുടെ ആവശ്യമില്ല. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി, ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി, നമ്മളോട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചില ഉപമകൾ, ചില വിഷയങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടാവും. യദുല്ലാഹി ഫൗഖ ഐദീഹിം, അവരുടെ കരങ്ങളെ മേൽ അല്ലാഹുവിന്റെ കരങ്ങളുണ്ട് അല്ലേ. ഇന്നക ബിഅഅയുനിനാ, നബിയെ തങ്ങൾ നമ്മുടെ കണ്ണുകളിലാണ്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. അതുപോലെ തന്നെ പിണ്ടം കാല് വെളിവാകുന്ന ദിവസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട, പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായ ഒരു ഭാഷ പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. അവിടെയൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ തഅ്വീൽ ചെയ്യണം, അല്ലെങ്കിൽ തഫ്വീൽ ചെയ്യണം എന്നാണ്. മനസ്സിലാവണം. തഫ്വീലെങ്കിലും ചെയ്യണം. അതായത് തഫ്വീൽ, അതായത് ആ വിഷയം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വിഷയം മഅലൂമാണ്, അത് സത്യമാണ്. പക്ഷെ അതിന്റെ കൈഫ്, അത് എപ്രകാരമാണ് എന്നുള്ളത് മജ്ഹൂലാണ്, നമുക്കറിയില്ല. അത് ഞാൻ അള്ളാഹുവിൽ തഫ്വീൽ ചെയ്തിരിക്കുന്നു, ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിവാവണം. അല്ലാതെ നമ്മൾക്കുള്ള പോലെയുള്ള, അതല്ലെങ്കിൽ കയ്യ്, കാല്, കണ്ണ് എന്ന് പറയുമ്പോൾ എന്താണോ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, ഈ മുറക്കബായ പലതും കൂടിച്ചേർന്ന, അല്ലെ, അതിൽ എങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കിയ ഒരു കയ്യുണ്ടല്ലോ. ഈ കയ്യിന്റെ ആവശ്യം അള്ളാഹ്ക്കില്ല. അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു കയ്യില്ല, കൈകളില്ല, കണ്ണില്ല. പിന്നെ അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഒന്നില്ലെങ്കിൽ തഅ്വീൽ ചെയ്യണം, അള്ളാഹുവിന്റെ പരിശുദ്ധാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഖുർആനിന്റെയും ഹദീസിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനെ വിശദീകരിക്കണം. അതിനെ അവന്റെ സിഫത്തായിട്ടോ മറ്റോ വിശദീകരിക്കണം. അങ്ങനെ തന്നെയാണത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ കൈഫ് എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല, അത് എങ്ങനെ എപ്രകാരമാണെന്നുള്ളത് അത് ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഞാൻ അപ്പോൾ വിശ്വസിച്ചിരിക്കുന്നു. അതിന്റെ കൈഫ് എനിക്കറിയില്ല. അപ്പൊ അവിടെ കൈ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അജ്ഞതയെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൽ ഏൽപ്പിക്കണം. അങ്ങനെ മുന്നോട്ട് പോകണം. കാരണം എന്താ, അള്ളാഹ്ക്ക് അവയവങ്ങളില്ല. കാരണം അവൻ അവയവങ്ങൾ ആശ്രയിക്കുന്നവനല്ല. അവന്റെ സ്വയം ദാത്ത് കൊണ്ട് നിലനിൽക്കുന്നവനാണ്. അവന് ദാത്തുണ്ട്, സിഫാത്തുകളുണ്ട്, പക്ഷെ ശരീരമില്ല. ഇത് ശരിക്കും മനസ്സിലാക്കണം. ശരീരത്തിനെ തൊട്ട് അവൻ പരിശുദ്ധമാണ്. എന്തുകൊണ്ട്? അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നവനല്ല അവന്റെ ദാത്ത്. നമ്മൾക്ക് നിലനിൽക്കാൻ നമ്മൾ ശരീരത്തെ ആശ്രയിക്കുന്നത് പോലെ അള്ളാഹ്ക്ക് നിലനിൽക്കാൻ ഒരു ശരീരത്തിന്റെ ആവശ്യമില്ല. ഒന്ന്. രണ്ട്, ശരീരത്തിനെ സ്ഥിരപ്പെടുത്തുമ്പോൾ അതിനൊരു പരിധി സ്ഥിരപ്പെടുത്തും. അല്ലാഹു തആല ഹദ്ദിനെ തൊട്ട് പരിശുദ്ധനാണ്. അവനൊരു പരിധിയിൽ അതിനെ തൊട്ട് അവൻ പരിശുദ്ധനാണ്. ഈ പരിധി നിശ്ചയിക്കുമ്പോഴാണ് ഷെക്കില്, ആകൃതിയും ശരീരവും ഒക്കെ, മക്കാനും ഒക്കെ സ്ഥിരപ്പെടുത്തേണ്ടി വരും. സ്ഥലമുണ്ട് എന്നൊക്കെ പറയേണ്ടി വരും. ഒരു പരിധി വരുമ്പോ ആ പരിധി വരെ മനസ്സിലാവും. അങ്ങനെ പറയേണ്ടി വരും. സ്വഹാബിവര്യന്മാര് റിപ്പോർട്ട് ചെയ്ത ഹദീസില് ചില വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ട് ചില ആളുകള് പരിധിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ സഹാബിമാരുടെയും ഓരോ സന്ദർഭത്തില് അവർക്ക് ഏത് സന്ദർഭത്തിലാണ് അവരത് പറഞ്ഞത്, ഏത് സന്ദർഭത്തിലാണ് അവരത് പറഞ്ഞത്, അത് ശരിക്കും നമ്മൾ അറിയാതെ ആ വിഷയങ്ങൾ പറയാൻ പാടില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അതിന്റെ ആളുകൾ ഒരു ഹദീസ് കൊണ്ടല്ല എന്ത് ചെയ്യുക, അമലുണ്ടാവില്ല. കാരണം ഹദീസ് സഹാബാക്കൾക്ക് തുടക്കത്തിൽ സഹാബാക്കൾ മനസ്സിലാക്കിയൊന്നുണ്ടാവും. പിന്നെ അവർക്ക് അക്കൽ വികസിക്കുമ്പോൾ, അവർ കൂടുതൽ അതിൽ ഉയരുമ്പോൾ അതിനപ്പുറം അള്ളാന്റെ റസൂൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അള്ളാന്റെ റസൂല് ഓരോ സഹാബാക്കളുടെയും അക്കലിന്റെ ഖദ്ർ കണ്ടിട്ടാണ്
പ്രത്യേകിച്ച് പൊതുജനങ്ങളോടുള്ള അള്ളാന്റെ റസൂലിന്റെ ഖിതാബ്, സംസാരം, ആ പൊതുജനത്തിന് മനസ്സിലാകുന്ന വിധത്തിലുള്ള ഒരു സംസാരമാണ് സംസാരിക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സഹാബിക്ക് ആ തുടക്കത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്ന വിധത്തിൽ അള്ളാഹുന്റെ റസൂൽ പറയുള്ളൂ. അത് ഇതിന്റെ ചിലപ്പോൾ പൂർണ്ണതയായിക്കൊള്ളുന്നില്ല. ശേഷം പൂർണ്ണരായ സഹാബാക്കള്, ജലീലുൽ ഖദ്റായ സഹാബാക്കള്, അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതുണ്ട്. അതുകൂടി ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് ശരിയാവണ്ണത്തിൽ മനസ്സിലാക്കിയ, അതായത് പൂർണ്ണതയോടുകൂടി മനസ്സിലാക്കിയ സഹാബാക്കളുടെ ഹദീസുകൾ മറ്റൊരു ഭാഗത്തും ഉണ്ടാകുമ്പോൾ, പരിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ആ ഹദീസിനെ തന്നെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സ്വീകരിക്കാൻ. അതുകൊണ്ടാണ് അഖീദയുടെ ഇമാമുകൾ പറയുന്നത് നമ്മൾ ശരിക്ക് പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇതിലൊരു ഹദീസ് വെച്ചിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ദീനിന്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എന്താ പറഞ്ഞത്, ഹദ് അതിനെ തൊട്ട് അള്ളാഹ് പരിശുദ്ധമാണ്. ഒരു പരിധി അള്ളാഹ്ക്കുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഒരു ആകൃതി വന്നു, അതിനെ തൊട്ട് അള്ളാഹ് പരിശുദ്ധമാണ്. അള്ളാഹു തആല സൃഷ്ടികളെ അള്ളാഹാണ് സൃഷ്ടിച്ചത്, സ്ഥലങ്ങളെല്ലാം അള്ളാഹ് വെളിവാക്കിയതാണ്. ഒരു ഭാഗത്ത് ഇല്ല, ഒരു ഭാഗത്തുണ്ട്, അതിനെ തൊട്ടൊക്കെ അള്ളാഹ് പരിശുദ്ധമാണ്. അള്ളാഹു തആല ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്ത് നീങ്ങുക, അവിടെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട്, അതിനെ തൊട്ടൊക്കെ പരിശുദ്ധമാണ്. കാരണം അള്ളാഹു തആലാന്റെ അവന്റെ വുജൂദില്ലാത്തൊരു ഭാഗമില്ല. അവൻ സർവ്വവ്യാപി ഒന്നല്ല, വ്യാപിക്കുന്ന ദാത്തിനെ തൊട്ട് അവൻ പരിശുദ്ധനാണ്. കാരണം അവനെ കൊണ്ടാണ് എല്ലാതും ഇവിടെ വെളിവായിട്ടുള്ളത്. അവൻ നമ്മളെ പോലെയുള്ള ജഡികമായ ദാത്തുള്ളവനല്ല, അതിനെ തൊട്ട് പരിശുദ്ധമാണ്. അവന് ദാത്തുണ്ട്. ഇന്നനി അലല്ലാഹ്, തീർച്ചയായും ഞാൻ അല്ലാഹുവാണ് എന്നുള്ള, അല്ലെ, അവൻക്ക് ദാത്തുണ്ട്. ആ പറയുമ്പോൾ അവന് ദാത്തുണ്ട്, അവനുള്ളവനാണ്. പക്ഷെ ശരീരത്തിന്റെ ആവശ്യമാണ്. ഇപ്പൊ നമ്മൾക്ക് തന്നെ ഈ ആലമു ഷഹാദയിൽ നിന്ന് നമ്മൾ ഇന്തിഖാലായി കഴിഞ്ഞാൽ നമ്മൾ ആലമുൽ ബർസഖിലായി, അവിടെ ഈ ശരീരമില്ലല്ലോ. പക്ഷെ അവിടെ നിലനിൽക്കാൻ പറ്റിയ ഒരു മിസാലിയായ ശരീരം അവിടെ ആവശ്യമുണ്ട്, നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഇനി അവിടുന്ന് മാറി നമ്മൾ ആലമുൽ ജബറൂത്തിലേക്ക് എത്തുമ്പോൾ, ആലമ അർവാഹിൽ എത്തുമ്പോൾ റൂഹാണ്. റൂഹ് എന്നുള്ളതും നമുക്ക് നിലനിൽക്കാനുള്ള ഒരു വസ്ത്രമാണ്. നമ്മൾ അവിടെ റൂഹിനെ ആശ്രയിക്കണം. അള്ളാഹു തആല അതിനെ തൊട്ടൊക്കെ പരിശുദ്ധനാണ്. അതാ പറഞ്ഞ സൃഷ്ടികളെ പോലെയല്ല അള്ളാഹു. അള്ളാഹുവിനെ പരിശുദ്ധ ഖുർആൻ എങ്ങനെ പറഞ്ഞു അങ്ങനെയാണ്. ആ പരിശുദ്ധ ഖുർആനിനെ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ വ്യാഖ്യാനിച്ചു അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ എന്നത് തന്നെ അത് വലിയ എന്താ പറയുക, അത് ഇജ്മാലാണ്. വലിയ ആശയങ്ങളെ ചെറിയ ചെറിയ പരിശുദ്ധമായ കലാമുകളിൽ ഉൾക്കൊള്ളിപ്പിച്ച ഒരു അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു തആലാന്റെ ഒരു സിഫത്ത്, ആ സിഫത്തിന്റെ വെളിവാവലാണ് നമ്മളിലേക്ക് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിനെ 7, 6, 7, 8 വ്യാഖ്യാനങ്ങൾ ചുരുങ്ങിയതുണ്ടായിരിക്കുമെന്ന് അറിവുള്ള ആളുകൾക്ക്. അപ്പൊ വ്യാഖ്യാനമുണ്ട് പരിശുദ്ധ ഖുർആൻ, തഫ്സീർ ഉണ്ട് പരിശുദ്ധ ഖുർആൻ. അതിന്റെ ശാരിഹ് ശരിക്കും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ശരീരത്തിന് തൊട്ട് അള്ളാഹു തആല പരിശുദ്ധമാണ്. ഇനി ഒരാൾ ശരീരത്തിന് സ്ഥിരപ്പെടുത്താണെങ്കിൽ അതിനെ അങ്ങനെ ആവുമ്പോൾ അതിന്റെ പ്രയാസം എന്താണ് എന്നുള്ളത് മഹാന്മാര് വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാ പറയണത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈയിടായി ഇതിനെ വല്ലാതെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആളുകൾ സംസാരിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വീഡിയോയിലൂടെ ഈ വിഷയം സംസാരിക്കേണ്ടി വരുന്നത്. കാരണം ഇതിൽ നമുക്ക് പിഴവ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇതിൽ മഹാന്മാരായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ നമ്മളുടെ മദ്ഹബിന്റെ പ്രധാന ഇമാമായ ഇബ്നുൽ ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ, ഈ പോലെയുള്ള മഹാന്മാരൊക്കെ എന്താണ് ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ ഇതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ചെറിയൊരു സംഭവമല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കണം, നമ്മൾ ഈ സർവ്വ സൃഷ്ടിചാരങ്ങളെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച സൃഷ്ടാവാണ് അല്ലാഹു. അവനാണ് എല്ലാ സൃഷ്ടികളുടെയും ഉടമസ്ഥൻ, അവനാണ് എല്ലാ സൃഷ്ടികളും ഭക്ഷണം നൽകുന്നത്. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അതിന് സ്വയമായിട്ടുള്ള കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്.
അവൻ സൃഷ്ടികളെ പോലെയല്ല. സൃഷ്ടികളുടെ എല്ലാ ഗുണങ്ങളെ തൊട്ടും അവൻ പരിശുദ്ധനാണ്. ആയിരിക്കെ തന്നെ എല്ലാ സൃഷ്ടികളും അവനെ കൊണ്ടാണ്. അവനാണ് ഇവിടെ ജീവിപ്പിക്കുന്നവൻ സൃഷ്ടികളെ, അവനാണ് ഇവിടെ മരിപ്പിക്കുന്നവൻ സൃഷ്ടികളെ. അവന് ശരീരത്തിനെ തൊട്ടും അവയവങ്ങളെ തൊട്ടും ലിദ്ദിനെ തൊട്ടും നിദ്ദിനെ തൊട്ടും വിസിലിനെ തൊട്ടും ഹദ്ദിനെ തൊട്ടും എല്ലാം പരിശുദ്ധനാണ്. കാരണം അതെല്ലാം സൃഷ്ടികളുടെ സിഫത്താണ്. അവന് മക്കാനിന്റെ ആവശ്യമില്ല, സ്ഥലത്തിന് അവനക്ക് നിലനിൽക്കാൻ സ്ഥലത്തിന്റെ ആവശ്യമില്ല. അവന് നിലനിൽക്കാൻ വേണ്ടി അവൻ അർശ് പോലും അവനെ കൊണ്ടാണ്. അവനാണ് അർശിനെ വെളിവാക്കുന്നത്. അവന് പ്രത്യേകമായിട്ടുള്ള കൂടെയാകുള്ള അർശിനോട് ഉണ്ടെങ്കിലും അർശല്ല അവനെ താങ്ങുന്നത്. അർശിനെ അവൻ താങ്ങാൻ മലക്കുകളെ, ഹമലത്തുൽ അർശ്, മലക്കുകളെ പോലെ അല്ല നിശ്ചയിച്ചിട്ടുണ്ട്. അർശിനെ താങ്ങാൻ ചുമക്കാൻ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാതെ അള്ളാഹനെ താങ്ങണതല്ല അർശ്. ഇപ്പൊ ഞാൻ കസാരമിരിക്കുമ്പോ ഇതേപോലെ അള്ളാഹ്ക്ക് ശരീരമുണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി ഇസ്തിവാ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നവർ ഇതേപോലെ ഇരിക്കുകയാണ് എന്നുള്ള ധാരണ പലയിടത്തും ഞാൻ കേട്ടു. അങ്ങനെയുള്ള ധാരണ അല്ല. അള്ളാഹു താല ഇരിക്കുക, നിൽക്കുക, കിടക്കുക, ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക, ഉറങ്ങുക, ഇതിനെ തൊട്ടെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. സിനത്തും വലാനവും, അവൻ തളരുകയില്ല. ക്ഷീണം അതൊക്കെ സൃഷ്ടിയുടേതാണ്. മനസ്സിലാവുണ്ടോ? അതൊന്നും അവനെ ബാധിക്കില്ല. അവൻ പരിശുദ്ധനാണ്. അർശിനെ, കുർസിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിവരിക്കുമ്പോൾ തന്നെ അതിന്റെ എല്ലാ ന്യൂനതകളും അള്ളാഹ് പരിശുദ്ധനാണ് എന്നുള്ളത് അവിടെ അള്ളാഹു തആല വ്യക്തമാക്കുന്നത്. കുർസിയും അർശും പോലും അള്ളാഹുവിനെ കൊണ്ട് വെളിവായതാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഇസ്തിവാ എന്ന് പറയുമ്പോൾ അർശിൽ സമമായി എന്നൊക്കെ നമ്മൾ അർത്ഥം വെക്കും. ഇസ്തിവാഇനെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ കൈഫ് എങ്ങനെയാണ് അല്ലാഹു തആല അർശിൽ ഉപവിഷ്ടനായി എന്നുള്ള ആ ഉപവിഷ്ടത എന്നുള്ളതിന്റെ രൂപം അതിന് നമുക്ക് അറിയില്ല. അത് അള്ളാഹു അവിടെ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയില്ല. അത് നമ്മൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു. ആ ഖുർആന്റെ ആയത്ത് അവിടെ പ്രയോഗിച്ചത് അത് സത്യം തന്നെയാണ്, അത് മാലൂമാണ്. ഇസ്തിവാ മാലൂമാണ്, പക്ഷെ അതിന്റെ കൈഫ് മജ്ഹൂല. അത് അള്ളാഹിനെ ഏൽപ്പിച്ചു. അതിനെ സംബന്ധിച്ച് അറിഞ്ഞ ആരിഫീങ്ങളായ മശായിഖന്മാര് അതിന്റെ ശരിയായിട്ടുള്ള തഅ്വീല് അവര് നമുക്ക് മനസ്സിലാക്കി. അത് അവരിൽ നിന്ന് പഠിക്കുക. പറഞ്ഞു വന്നത്, യാഥാർത്ഥ്യങ്ങളെ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ പിഴവ് വരാൻ സാധ്യതയാണ്. അവ പറഞ്ഞത് മക്കാൻ സ്ഥലം അവനെ കൊണ്ടാണ് നിലനിന്നുകൊണ്ട്, സ്ഥലങ്ങളെല്ലാം നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സൗരയൂഥ ഭൂമി ആയാലും, ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന സൗരയൂഥങ്ങളായാലും, ആകാശകങ്ങൾ, മിൽക്കി വേ ആയാലും, ലോക്കൽ ഗ്രൂപ്പുകളായാലും എല്ലാം അവന്റെ ഖുൻ ഫയഖൂൻ. മനസ്സിലാവണ്ട? അവന്റെ ഇറാദത്തുകൊണ്ട്, കുതിർത്തുകൊണ്ടും, അവന്റെ സിഫാത്തെ കമാലിയത്തെ തജല്ലിയാത്തുകളെ കൊണ്ടും അല്ലാഹു തആല നിലനിർത്തി വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരിക്കെ അള്ളാഹിനെ ബുദ്ധി ഇങ്ങനെ താങ്ങ ഇല്ല. അതിന് ആരും ഒരു സൃഷ്ടിക്ക് സാധ്യമല്ല. സൃഷ്ടിയെ പോലെയല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യമായ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അവനെപ്പോലെ ആരുമില്ല. അള്ളാഹു ഏകനാണ്, അഹദുമാണ്, വാഹിദുമാണ്, സ്വമദുമാണ്. ആ അഹദ്, വാഹിദ്, സ്വമദ് എന്നുള്ളതിന്റെ മാരിഫത്ത് മനസ്സിലാക്കിയാൽ തന്നെ ഇങ്ങനെയുള്ള വിശ്വാസം നമ്മൾ അള്ളാഹു ഉള്ളവനാണ്, അവനാണ് സ്വയമായി ഉള്ളവൻ. ഞങ്ങളെല്ലാം അവനെ കൊണ്ട് ഉണ്ടായതാണ്. ശരിക്കും സ്വയം ധാത്ത് കൊണ്ടുള്ളവൻ അവൻ മാത്രമാണ്. അവൻ എന്നൊന്നും നിലനിൽക്കുന്നവനുമാണ്. കാരണം അവൻ ഉണ്ടായവനല്ല, അവൻ എന്നൊന്നും നിലനിൽക്കുന്നവൻ. കാലങ്ങളൊക്കെ അവനെ കൊണ്ട് അല്ലാഹു തആല വെളിവാക്കി. സ്വർഗവും നരകവും ഒക്കെ അല്ലാഹു തആല വെളിവാക്കി. മനസ്സിലാവുന്നുണ്ടാ? അപ്പൊ ഇതിനെ സംബന്ധിച്ച് ചില ആളുകൾ അങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനങ്ങളിലേക്ക് അങ്ങനെയുള്ള വിഷയം ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു അതിന് ശരിയായ വിശ്വാസം പറയൽ നമുക്ക് നിർബന്ധമായി വന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇത് പരാമർശിക്കേണ്ട കാര്യമില്ല. സാധാരണ ഒരു ആളുകൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവരതിലേക്കൊന്നും നയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മറ്റുള്ളവർ ഇങ്ങനെ വികലമായ ആശയം പറയുമ്പോൾ നമുക്കത് വിശദീകരിച്ചു കൊടുക്കുന്ന നിർബന്ധമായതാണ്. നമ്മുടെ മശായിഖന്മാരിൽ കൂടി നമുക്ക് ലഭിച്ച വിഷയങ്ങൾ മനസ്സിലാവുന്ന അത് ശരിക്ക് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണ് അവർ നമുക്ക് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തുക്കളെ വെളിവാക്കിക്കൊണ്ട് അവരുടെ കൂടെയുള്ളത്, അവന്റെ ഷാനനുസരിച്ച് കൂടെയുള്ളത് ഇവരീ പറയുന്നത് പോലെയല്ല.
അതിന്റെ മാരിഫത്ത് നമ്മൾ മനസ്സിലാക്കണം. വസ്തുവിന് സ്വയം നിലനിൽപ്പില്ല, അള്ളാഹുവിനെ കൊണ്ടാണ് എല്ലാം. ഇവിടെയുള്ള എല്ലാ ശക്തിയും അള്ളാഹിനെ കൊണ്ട്. ഖുർആൻ വ്യക്തമായി പറഞ്ഞു, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഇവിടെ ഇല്ല, ഒരു ശക്തിയും ഇവിടെ ഇല്ല. അള്ളാഹിനെ കൊണ്ടല്ലാതെ ഒരു വസ്തു പോലും ഇവിടെ ഇല്ല. എല്ലാ വസ്തുക്കളും അള്ളാഹിനെ ആശ്രയിച്ചു. അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ മദ്ഹബ്, ഇമാം ഇദ്രീസു ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ മദ്ഹബ്, ഈ മദ്ഹബിന്റെ നിലപാട് ഈ വിഷയത്തിൽ അല്ലാഹു തആലക്ക് ജിഹത്ത് വാദിക്കുന്ന, അള്ളാഹു അതായത് ഒരു ഭാഗമുണ്ട് എന്ന് പറയുന്ന, അതിരുണ്ട് എന്ന് പറയുന്ന, അല്ലാഹു തആലക്ക് ശരീരമുണ്ട് എന്ന് പറയുന്ന, അവർക്ക് സ്ഥലമുണ്ട് എന്ന് പറയുന്ന, മക്കാനിനെ ജിഹത്തിനെ സ്ഥിരപ്പെടുത്തുന്ന മുജസ്സിമത്ത്, അതുപോലെ ജഹ്മിയത്ത് പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് ഷാഫി മദ്ഹബിന്റെ നിലപാട് നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവര് അതിനെ സംബന്ധിച്ച് അവരുടെ ഫതാവൽ ഹദീസിയയിൽ, ആ ഫതാവൽ ഹദീസിയയില് 138ാമത്തെ പേജിൽ അവർ പറയുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ അള്ളാഹുവിന് ശരീരമുണ്ട് എന്ന് വാദിക്കുന്നവർ, അവർ അള്ളാഹുവിൽ ഹുദൂസിനെ, അവന്റെ ദാത്തിൽ ഹുദൂസിനെ സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ, അതായത് അവന്റെ ദാത്ത് പുതുതായി ഉണ്ടായതാണ് എന്നോ, ജിസ്മിനെ ഏതായാലും അവർ സ്ഥിരപ്പെടുത്തുന്നുണ്ട്, ശരീരം സ്ഥിരപ്പെടുത്തുമ്പോ ഈ ശരീരം ഇങ്ങനെ പുതിയതായി ഉണ്ടായതാണ് എന്നോ, അതല്ലെങ്കിൽ ഹുദൂസിന് അനിവാര്യമായതോ ഹുദൂസിലേക്ക് നയിക്കുന്നതോ ആയിട്ടുള്ള വല്ല കാര്യങ്ങളും അല്ലാഹു തആലയിൽ ഉണ്ട് എന്നോ, ഹുദൂസിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും, അതായത് പുതുതായി ഉണ്ടാകുന്ന വല്ല കാര്യങ്ങളും, അത് ഇൽമാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും അള്ളാഹുവിൽ പിന്നീട് പുതുതായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിശ്വാസമോ ഉണ്ടെങ്കിൽ അവർ കാഫിറാണെന്നാണ് ഫത്വ. ഇനി ഇവർക്ക് അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇല്ല. അതായത് അല്ലാഹു തആലക്ക് ജിസ്മുണ്ട്, പക്ഷെ നമ്മളെപ്പോലെയുള്ള ജിസ്മല്ല. അള്ളാഹുവിൻ്റെതായിട്ടുള്ള അവന്റെ പരിശുദ്ധ അവസ്ഥയ്ക്ക് യോജിച്ച ജിസ്മാണ്. അതായത് അല്ലാഹു തആല പുതുതായി ജിസ്മ്, നമ്മളെ പോലെയുള്ള ജിസ്മ് പുതുതായി ഉണ്ടായതാണല്ലോ, അതേപോലെ പുതുതായി ഉണ്ടായതല്ല അള്ളാഹിന്റെ ജിസ്മിന്. അല്ലെങ്കിൽ അല്ലാഹു തആലക്ക് അള്ളാഹിന്റെ ദാത്തില് എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാവണമെന്നില്ല. എല്ലാം അള്ളാഹുവിനോട് ബന്ധപ്പെട്ടതെല്ലാം ഖദീമ് തന്നെയാണ്. ഹുദൂസുമായിട്ട് പുതുതായി ഉണ്ടാവുന്ന തൊട്ട് അവന്റെ ജിസ്മിന് യാതൊരു ബന്ധവുമില്ല, അവന്റെ ജിസ്മ് ഖദീമാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർക്ക് കാഫിർ എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് അവർ ബിദ്അത്തിയാണ് എന്നുള്ള നിലപാടാണ് ഫതാവുൽ ഹദീസിയ നമ്മൾക്ക്. അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹിയുടെ ആ കിതാബിലൊക്കെ ഇതിനെ സംബന്ധിച്ച് ഫത്വ ചെയ്തിട്ടുണ്ട്. അതായത് അള്ളാഹുവിന്റെ ദാത്തിനോട്, അള്ളാഹുവിന്റെ ദാത്ത് ഹാദിസാണെന്നോ ഹുദൂസിനെ സ്ഥിരപ്പെടുത്തുന്ന വല്ല കാര്യങ്ങളും അള്ളാഹുവിന്റെ ദാത്തിൽ ഉണ്ട് എന്നോ വിശ്വാസം ഇല്ല എങ്കിൽ, അള്ളാഹുവിന്റെ ജിസ്മ് ഹാദിസാണെന്നോ അള്ളാഹുവിന്റെ ജിസ്മിൽ ഹുദൂസിനെ സ്ഥിരപ്പെടുത്തുന്ന വല്ല കാര്യങ്ങളോ ഉണ്ട് എന്നുള്ള വിശ്വാസം ഇല്ല എങ്കിൽ അവരെ കാഫിർ എന്ന് പറയണ്ട. പക്ഷെ അവരെന്താണ്? ബിദ്അത്തികളാണ്. അതാണ് ഫതാവൽ ഹദീസിയയിൽ പറയുന്നത്. അപ്പോഴും എന്താണ്? ബിദ്അത്തികളാണ്. ജിസ്മിനെ അവർ സ്ഥിരപ്പെടുത്തുന്നുണ്ട്, അതാ പറഞ്ഞ അവരുടെ വിശ്വാസത്തെ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ആ ശരീരത്തെ ജിസ്മിനെ സ്ഥിരപ്പെടുത്തുകയും എന്നാൽ ആ ജിസ്മ് പുതുതായതുണ്ടായതല്ല, പുതുതായി ഹുദൂസിനോട് ബന്ധപ്പെട്ട് ഹുദൂസിനെ സ്ഥിരപ്പെടുന്ന ഒരു കാര്യം അവിടെ ഇല്ല, അത് അതിലില്ല എന്ന് പറയാം, ആ ജിസ്മിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ കാഫിർ എന്ന് പറയണ്ട, കുഫറിന്റെ ഫത്വ കൊടുക്കണ്ട. എന്നാൽ ഹനഫി മദ്ഹബിൽ അങ്ങനെ, അത് ഷാഫി മദ്ഹബില് നമ്മളുടെ ഇബ്നു ഹജർ മാത്രല്ല റഹിമഹുല്ലാ മാത്രല്ല, ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ, അതുപോലെ തന്നെ നമ്മളുടെ ഇമാമായ ഷാഫിയിൽ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ മദ്ഹബിൽ നമ്മളുടെ പ്രധാന ഇമാമായ ഇമാം നവവി റഹ്മത്തുള്ളാഹി, എല്ലാവരുടെ നിലപാട് ഇങ്ങനെ തന്നെയാണ്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. മഹാനവറുകൾ പറയുന്നത് സാധാരണക്കാരുടെ മേൽ, അവർക്ക് ഇതൊന്നും അറിയില്ല, അപ്പൊ സാധാരണക്കാരുടെ മേലില് എന്ത് ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ എന്താണ് അവര് ഹുദൂസിനൊന്നും സ്ഥിരപ്പെടുത്തുന്നില്ല, ഹുദൂസിനെ സ്ഥിരപ്പെടുത്തുന്ന വല്ല കാര്യങ്ങളും അള്ളാഹുവിന്റെ ദാത്തില് ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ സാധാരണക്കാരന്റെ മേലെ കുഫറിന്റെ ഫത്വ കൊടുക്കണ്ട, അവർ കാഫിർ അല്ല എന്നാണ് ഇമാം നബി റഹിമഹുല്ലാഹ് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞത്.
എന്നാൽ ഹനഫി മദ്ഹബില് കുറച്ചുകൂടി കർശനതയാണ്. ഹനഫി മദ്ഹബില് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയണത് അള്ളാഹു തആല. അപ്പൊ ഷാഫി മദ്ഹബിൽ കുഫറിന്റെ ഫത്വ ഇല്ല, മനസ്സിലാവണ്ട. ഷാഫി മദ്ഹബില് കുഫറിന്റെ ഫത്വ ഇല്ല. ഇനി അള്ളാഹു തആലാന്റെ ജിസ്മ് ഉണ്ട് എന്ന് അവർ സ്ഥിരപ്പെടുത്തി. മാത്രമല്ല അതിനവർ പറഞ്ഞു അള്ളാഹു തആലാന്റെ യോജിച്ചതായിട്ടുള്ള ശരീരമാണ് അള്ളാഹു തആല. മറ്റുള്ള അവിടെ വുജൂദ് ആണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചത്. ജിസ്മ ഉണ്ട്, പക്ഷെ ആ ജിസ്മ കൊണ്ട് എന്ന് പറഞ്ഞാൽ വുജൂദാണ് എന്നൊക്കെ അങ്ങനെ പറയുന്ന വിധത്തില് പോവുകയാണെങ്കിൽ എന്തുണ്ട്, ഫാസിഖാവും എന്നാണ് ഷാഫി മദ്ഹബ്. ഫാസിഖാവും, ആളുകൾ ഫിസ്ക് വന്നിട്ടുണ്ട്, ഫാസിഖാവും. അപ്പോഴും അവരെ പിൻപറ്റാൻ പറ്റില്ല, വിദേഹത്തിന് പിൻപറ്റാൻ പറ്റില്ല. ഹനഫി മദ്ഹബില് ഇങ്ങനെ അള്ളാഹു തആലാക്ക് ജിഹത്ത്, മക്കാന് ഒക്കെ ഉണ്ട് എന്ന്, ജിസ്മുണ്ട് എന്നൊക്കെ സ്ഥിരപ്പെടുത്തുന്ന ആളുകള് അവര് കുഫറിന്റെ ഫത്വയാണ് ഹനഫി മദ്ഹബ്. അവർ കാഫിറാണ് എന്നാണ് ഹനഫി മദ്ഹബ് പറയുന്നത്. കുഫറിന്റെ ഫത്വ കൊടുത്തിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഇനി അതിൽ ഒന്നുകൂടി ഉണ്ട്. അള്ളാഹ്ക്ക് ശരീരമുണ്ട്, അള്ളാഹ്ക്ക് കയ്യും കാലൊക്കെ ഉണ്ട്, പക്ഷെ എന്തുണ്ട്, നമ്മളെപ്പോലെയുള്ള ശരീരമല്ല, നമ്മളെപ്പോലെയുള്ള കയ്യും കാലല്ല. അള്ളാഹ്ക്ക് യോജിച്ച കയ്യും കാലാണെന്ന് പറഞ്ഞാൽ അയാളെ കാഫിർ എന്ന് പറയേണ്ട, ബിദ്അത്തിയാണ് അയാൾ എന്നാണ് ഹനഫി മദ്ഹബിൽ പറയുന്നത്. അപ്പോഴും ബിദ്അത്തിയാണ്, മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയുള്ളതിന് വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും ക്ലാസ്സുകളും കേൾക്കുമ്പോൾ ആ വിശ്വാസവുമായിട്ട് നമ്മൾ നീങ്ങണ്ട. പുറമെ ആളുകൾ ഇവിടെ പുറമെ ബിംബങ്ങളെ സ്ഥിരപ്പെടുത്തുമ്പോൾ മനസ്സിൽ ഒരു ബിംബത്തെ നമ്മൾ സ്ഥിരപ്പെടുത്തുന്നത് പോലെയാണ്. കാരണം അതിനൊത്ത് അള്ളാഹ്ക്ക് അങ്ങനെ ഇല്ല, ശരീരം, അള്ളാഹ്ക്ക് കൈ, കാല്, ഇതൊന്നുമില്ല. അതിന് തൊട്ടൊക്കെ അള്ളാഹ് പരിശുദ്ധ, എല്ലാം അവനെ കൊണ്ടാണെങ്കിൽ അവൻ ഇതിനൊന്നും ആശ്രയിക്കില്ല. അതിനെ തൊട്ടൊക്കെ അള്ളാഹു പരിശുദ്ധനാണ് എന്നാണ് നമ്മുടെ ഇമാമിങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനും ഹദീസും അതിനാണ് പിൻബലം ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ശാഫിഈ മദ്ഹബ് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവന് ജിഹത്തിനെ സ്ഥിരപ്പെടുത്തി പറയുന്നുണ്ടല്ലോ, ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ, അവനാണ് പ്രത്യക്ഷം, അവനാണ് പരോക്ഷം എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ യദുല്ലാഹി ഫൗഖ ഐദിഹിം എന്ന് പറയുന്നുണ്ടല്ലോ, അവരുടെ കൈകളുടെ മേൽ അള്ളാഹുവിന്റെ കരങ്ങളാണെന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്? അതിനെ തഅ്വീൽ ചെയ്യണം. ഒന്നുകിൽ അള്ളാഹു തആലാന്റെ സിഫാത്തുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അവന്റെ ജലാലിയായ സിഫാത്താണ്, ജമാലിയായ സിഫാത്താണ് എന്നൊക്കെ എന്ത് ചെയ്യണം? അവിടെ തഅ്വീൽ ചെയ്യണം. അതിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുന്ന ഒരു വിഷയം പറയുന്നതാണത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലതിലൊക്കെ നമ്മളും സാധാരണ തഅ്വീലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, ചില വാക്കുകൾ ഉപയോഗിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ന സംഘടനയുടെ കരങ്ങളാണ് എന്നൊക്കെ പറയും. അതിന്റെ അടിസ്ഥാനം അവിടെ പോയിട്ട് കയ്യേറ്റ് അയാൾ ചെയ്തതായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന വ്യക്തിയുടെ കറുത്ത കരങ്ങളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന, ആ വ്യക്തിയുടെ കറുത്ത കരണ്ടെന്നും കയ്യുണ്ടെന്നും ആ കയ്യേറ്റ് അയാൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണെന്നല്ലോ. അതിന്റെ യഥാർത്ഥ പ്രവർത്തകൻ ആ വ്യക്തിയാണെന്നാണല്ലോ പറഞ്ഞത്. അവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയാണ് അവിടെ സ്ഥിരപ്പെടുത്തിയത് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള വാക്കുകൾ അവന്റെ പ്രവർത്തനത്തെയാണ് സ്ഥിരപ്പെടുത്തുന്നത് എന്നും അല്ലെങ്കിൽ അവന്റെ സിഫാത്തുകളെ അത് ഉൾക്കൊള്ളുന്നതൊക്കെ തഅ്വീൽ ചെയ്ത് മഹാന്മാർ പറഞ്ഞു തന്നിട്ട് നമുക്ക് തഫ്സീർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ ഇത്ര വിഷമിക്കുന്നതിന്? ഇത് എങ്ങനെയാണ് എന്ന് അതും ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാർ അതിനെ ചെയ്തത്. അല്ല അവരുടെ ഇഷ്ടത്തിനൊന്നല്ല, അങ്ങനൊന്നും പറ്റൂല. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് തഅ്വീൽ ചെയ്യാനൊന്നും പറ്റൂല. ഇത് പരിശുദ്ധ ഖുർആൻ അള്ളാന്റെ കലാമാണ്. ഇതിന്റെ ശാരിഹ് ശരിക്കും റസൂലുള്ളാഹിയാണ്, മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് തഅ്വീൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായ മാർഗ്ഗം തഫ്വീളാണ്. ഈ രണ്ട് മാർഗ്ഗേ നമുക്കുള്ളൂ. അതില് തഫ്വീൽ എന്ന് പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ പറഞ്ഞത് അത് അങ്ങനെ തന്നെ. ആ വാക്ക് ഖുർആൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതിന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ അതിന്റെ കൈഫിയത്ത്, അത് എങ്ങനെയാണ്, എപ്രകാരമാണ്, അതിന്റെ കൈഫ് എന്താണ്, അത് എനിക്കറിയില്ല. അത് അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൾ ഖുർആൻ യദ് എന്ന് പറയുമ്പോൾ ആ വാക്ക് അവിടെ ഉള്ളത് തന്നെ സ്ഥിരപ്പെട്ടത് തന്നെയാണ്. ആ വാക്ക് അവിടെ ഉണ്ട്, അതൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ അത് എപ്രകാരം, അതിന്റെ കൈഫ് എന്താണ്, അവിടെ കൊണ്ട് അള്ളാഹു എന്താണ് മുറാദ് വെച്ചത്, അള്ളാഹുവിന്റെ ഇറാദത്ത് എന്താണ് അവിടെ എന്ന് അള്ളാഹുവിനെ ഏൽപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് വേണ്ടത്. തഫ്വീൽ ചെയ്ത്
അതിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ രൂപങ്ങളും ഭാവങ്ങളും ഇനി നമ്മളെ പോലെ അല്ല എന്നുണ്ടെങ്കിലും അങ്ങനെ അല്ലാത്ത വേറെ ഏതൊരു കയ്യുണ്ടോ അവയവങ്ങളെ സ്ഥിരപ്പെടുത്തുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവയവങ്ങളെ സ്ഥിരപ്പെടുത്തല് സുന്നത്ത് ജമാഅത്തിന് അഖീദയിൽ ഇല്ല. അതാണ്. ഇനി നമ്മൾ എന്ത് വിധത്തിൽ അതിന് വ്യാഖ്യാനിച്ചാലും ശരി, അവയവങ്ങളെ പറയുന്നതാണ്. അവയവങ്ങളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശരീരത്തെ അള്ളാഹുവിന് ഇങ്ങനെ ഒരു നമ്മളെപ്പോലത്തത് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശരീരമുണ്ട് എന്ന് ആദ്യം വിശ്വസിച്ചതിന് ശേഷം അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. നമ്മളെപ്പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലൊരു കൈ അവയവങ്ങൾ അള്ളാഹ്ക്കുണ്ട് എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അതിനെ സ്ഥിരപ്പെടുത്തിയിട്ട് പിന്നെ അതിനെ വ്യാഖ്യാനിക്കുക, അത് പറ്റൂല. അതാണ് മറ്റവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരാണ് ഒരു വിധത്തിൽ വീക്ഷണപ്രകാരം അവർ പറയുമ്പോൾ അതിനെ ബിദ്അത്ത് എന്ന് പറയുന്നത്, ഒരു വീക്ഷണപ്രകാരം പറയുമ്പോൾ ഫിസ്ഖ് അവർ ഫാസിഖാണെന്ന് പറയുന്നത്, മറ്റൊരു വീക്ഷണ പ്രകാരം പറയുമ്പോൾ അവർ കാഫിറാണെന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം? എങ്ങനെയാണ്? അവയവങ്ങൾ നമ്മളെപ്പോലെ അല്ലെങ്കിലും ശരി അവയവങ്ങൾ ഉണ്ട്, അതല്ലെങ്കിൽ വെറും നമ്മളെപ്പോലത്തെ തന്നെ അവയവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അത് കാഫിറാണ്. പക്ഷെ യാതൊരുതുമില്ല. ഇനി നമ്മളെപ്പോലത്തത് അല്ലെങ്കിലും അവയവങ്ങൾ ഉണ്ട് എന്നിട്ട് വ്യാഖ്യാനിക്കും, ശരീരം ഉണ്ട് എന്നിട്ട് വ്യാഖ്യാനിക്കും. അങ്ങനെയല്ല. തഫ്വീദ് എന്ന് പറയുന്നത് അവയവങ്ങൾ ഇല്ല, അള്ളാഹ്ക്ക് നമ്മളെപ്പോലത്തെ അല്ലാത്തതും ശരീരം ഇല്ല, നമ്മളെപ്പോലെ അല്ലാത്തതുമായ കൈകൾ ഇല്ല, അതിനെ തൊട്ടവൻ പരിശുദ്ധനാണ്. അപ്പൊ അതിന്റെ കൈഫ് എന്താണ്? അത് ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞത് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ കരം എന്ന് ഉദ്ദേശിക്കുന്നത് കരമല്ല, അതെങ്ങനെയാണ്, അത് എപ്രകാരമാണ് എന്ന് അള്ളാഹ്ക്ക് അറിയുള്ളൂ. മനസ്സിലാവുന്ന ഇങ്ങനെ ശരിക്ക് ആ വിധത്തിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു തആല അത് കൂടുതൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതിൽ മുഹഖ്ഖീങ്ങളായിട്ടുള്ള ആരിഫീങ്ങളുമായി ഇത് കൂടുതൽ മനസ്സിലാക്കാൻ ബന്ധപ്പെട്ട് ഏതെങ്കിലും ആളുകളായിട്ടൊന്നും ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ അവരും വസ്വാസവും നിങ്ങളും വസ്വാസവും അത് ശരിക്കും മുഹഖ്ഖീങ്ങളായ ആളുകൾ തന്നെ വരണം. അതിനെ തഹ്ഖീഖ് ചെയ്ത ആളുകളിലേക്ക് വന്നിട്ട് അതെന്ത് ചെയ്യുക, അത് പഠിക്കുക. ഏതെങ്കിലും പണ്ഡിതനാണ് മറ്റെന്താണ് പറയാ ബിരുദെടുത്തത് കൊണ്ടൊന്നും അവിടെ പോയാൽ ചിലപ്പോൾ ആ പാവം കൂടി ബുദ്ധിമുട്ടാവും. പാവം എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അവഗാഹമില്ലെങ്കിൽ നിങ്ങളും കൂടും അദ്ദേഹം കൂടും. കാരണം ഇത് അങ്ങനത്തെ വിഷയമാണ്. എന്നാൽ ഇത് ബിദ്അത്തികളായ ഇന്നത്തെ ആളുകൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ട് നമുക്കിതോടെ പറയാതിരിക്കാനും വയ്യ. ആ വിശ്വാസം നമുക്ക് വിശ്വാസം ഇങ്ങനെ ചെയ്താൽ മതി. എന്തിനാണത്? അതാ അള്ളാഹു എന്താണ് അള്ളാഹു അതിന്റെ മുറാദ് അള്ളാഹ് അറിയാം. ഞാൻ അള്ളാഹിനെ വിട്ടു. ഖുർആൻ ആയത്തിനെ നിഷേധിക്കാനും പാടില്ല. ആ ഖുർആൻ ആയത്തിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് വിശദീകരിച്ചാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്നാ ഇജ്തിനാബഹു യാ റബ്ബൽ ആലമീൻ. മറ്റൊന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ടതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മഹാന്മാര് പറഞ്ഞ വിഷയം പ്രത്യേകം നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ചില ആളുകൾ ഉയർത്തിയിട്ട് അങ്ങനെ അള്ളാക്കി മാറ്റുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഈ തസവൂഫിന്റെ മേഖലയിൽ ത്വരീഖത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ത്വരീഖത്തിന്റെ ലേബലിൽ വിരാജിക്കുന്ന ആളുകൾ യഥാർത്ഥ ത്വരീഖത്തുകാരല്ല. അപ്പൊ നമ്മളും ത്വരീഖത്തനാണ്. ഖാദിരി, ചിശ്തി, അക്ബരി ത്വരീഖത്താണ്, നക്ഷബന്ദി, സുഹറബർദി, തബഖാത്തി ത്വരീഖത്ത്, സിൽസില നൂരിയയിലുള്ള ആളാണ്, ആരിഫിയയിലുള്ള ആളാണ്. അതിന്റെ ഖലീഫയാണ്. അല്ലാഹു തആലാന്റെ ഒരു ഹൗല ഖുവത്തുണ്ട്. മശായിഖന്മാർ എനിക്ക് അതിനോട് ഇജാസത്തും ഖിലാഫത്തും ഒന്നുമില്ല. പക്ഷെ നമ്മളിൽ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ഈ കേട്ടുവരുന്നു, വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു, വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു. കുറച്ചാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹ് തന്നെയാണ് റസൂല്, അള്ളാഹ് ഇറങ്ങിയതാണ്. ക്രിസ്ത്യാനികളൊക്കെ പറയുന്ന വേറൊരു രൂപത്തിൽ ഇവർ സംസാരിക്കും. ഒരിക്കലും പാടില്ല, ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ റസൂലാണ് അബ്ദുഹു വ റസൂലുഹു. അവരെ എത്രയായാലും അവരെന്താണ്? അള്ളാഹിന്റെ അടിമ, അവന്റെ സൃഷ്ടിയാണ്. അതാണ്. എന്നാൽ റസൂലുമാണ്. അല്ലാഹു തആല പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും ഉള്ളവരുമാണ്. അപ്പൊ അള്ളാക്കാൻ പറ്റൂല, അള്ളാഹ് ഒരു അംശാക്കാൻ പറ്റുമോ? അതും പറ്റൂല. ഉലൂഹിയത്തിന്റെ ദൈവീകതയുടെ
ഒരു അംശം പോലും, അംശത്തിനെ കോടാനക്കോടി എന്താ പറയാ വിഭജിച്ചു കഴിഞ്ഞാൽ ആ വിഭജനത്തിന്റെ ഒരു അംശം പോലും മുത്തുനബിയിലില്ല. മുത്തുനബിയിൽ അതിന്റെ വാസന പോലും ഇല്ല ദൈവികത. മുത്തുനബി അബ്ദുഹു വ റസൂലുഹു. അപ്പോ അങ്ങനെ കേട്ടിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? ഇഫ്രാത്തിന്റെ അഹിലുകാരായി മാറി. അത് കുഫറാണ്. അള്ളാനെ പോലെ എന്ന് പറഞ്ഞ ശിർക്കുമാണ്. മുത്തുനബി ഹാദിറാണ് നാദിറാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാനെ പോലെയാണെന്ന് മനസ്സിലാക്കിയാൽ അത് ഷിർക്കാണ്, കുഫറാണ്. എന്ന ചില ആളുകൾ അങ്ങോട്ട് താഴ്ത്തിയിട്ട് നമ്മളെ പോലെയുള്ള സാധാരണ ഒരു മനുഷ്യനാണ് എന്നാൽ അതിൽ തെരഞ്ഞെടുത്തിട്ട് അള്ളാഹ് സന്ദേശം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു റസൂലാക്കാണ്ട് നിശ്ചയിച്ചു. നമ്മളിപ്പോ ഈ ഇലക്ഷനിലൊക്കെ നിശ്ചയിക്കൂലേ എന്ന് പറഞ്ഞാൽ അത് പിന്നെ വോട്ടെടുപ്പിലൂടെയാണ്. ഇത് പിന്നെ അള്ളാണ്ട് നിശ്ചയിച്ചു. പണ്ട് രാജാക്കന്മാരൊക്കെ അവരെ മന്ത്രിമാരെ അല്ലെങ്കിൽ ആരെയും തെരഞ്ഞെടുക്കുന്ന പോലെ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളും ഓരോ പേരേ ഉണ്ട്. റസൂലാണോ നമ്മൾ വിശ്വസിക്കുന്നത്, പക്ഷെ നമ്മളെ പോലെ തന്നെ യാതൊരു വ്യത്യാസവും. അങ്ങനെ തഫ്രീത്ത് അങ്ങോട്ട് താഴ്ത്തിയിലും തഫ്രീത്തിലും ആക്കി. അതും നന്ദികേടുമാണ്, ഒരു വിധത്തിൽ കുഫറുമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ എതിരാണ്. പരിശുദ്ധ ഖുർആനെ പലതിനെ നിഷേധിക്കരുത്. ഇത് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കും. അതാണ് ആ രണ്ട് കാര്യം. ആദ്യത്തത് ഒരു കാര്യം ഞാൻ പറഞ്ഞു, മുഖാലിഫത്തുൽ ഹവാദിസ്, അത് അള്ളാഹിനോട് ബന്ധപ്പെട്ടതാണ്. സൃഷ്ടികളുടേതായ എല്ലാ ഗുണങ്ങളും ഒരു പരിശുദ്ധനാണ്. അവിടെ വളരെ ശ്രദ്ധിക്കാണ്. മൂന്നാമതുമുള്ളത് ഈ കാര്യങ്ങൾ. ഏതാണ് രണ്ടാമത്തെ കാര്യം? അള്ളാഹിന്റെ റസൂൽ ഒന്നാകണ്ട് പൊന്തിച്ചിട്ട് അള്ളാഹ്ക്കി മാറ്റും. അത് രണ്ടാമത്തെ കാര്യം, അത് കുഫറാണ്. മൂന്നാമത്തത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ. കാരണം വിശ്വാസകാര്യത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹും അവന്റെ റസൂലും. ആ റസൂലുള്ളാഹിനെ താഴ്ത്തി സാധാരണ മനുഷ്യനെ പോലെ ഉണ്ടാക്കുക. അള്ളാഹിന്റെ റസൂൽ അള്ളാഹു തആല പറഞ്ഞ പല ഗുണങ്ങളും ശിർക്കായി പോകുമോ എന്ന് പേടിച്ചിട്ട് അതൊക്കെ നിഷേധിക്കുക. അത് വലിയ അദബുകേടാണ്. ചിലപ്പോൾ അത് കുഫറിലേക്ക് പോവുകയും ചെയ്യും. ചില കാര്യങ്ങൾ ചെയ്താൽ കുഫറിലേക്ക് പോകും. ഇത് രണ്ടും മനസ്സിലാക്കും. ഇതിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞ ഒരു വാക്കുണ്ട്. അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെടുത്തിയിട്ടൊരു കാര്യം പറയുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. മനസ്സിലാവുന്ന അള്ളാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെടുത്തിയിട്ട് അത് ഇനി സ്വപ്നം പറയാണെങ്കിലും ശരി, ഇനി അത് ഉണർവിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ശരി, ഇനി അതിന്റെ കശ്ഫ് പറഞ്ഞാലും ശരി, കശ്ഫായ കാര്യങ്ങൾ പറയുമ്പോഴും ഇനി ഖിയാലിയായ കശ്ഫ് പറഞ്ഞാലും ശരി, എന്ത് പറയുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ അവൻ അവന്റെ ഇരിപ്പിടത്തെ അവൻ നരകത്തിൽ കണ്ടുകൊള്ളട്ടെ, തയ്യാറാക്കിക്കൊള്ളട്ടെ. നരകത്തിൽ അവൻ തയ്യാറാക്കിക്കൊള്ളട്ടെ അവന്റെ ഇരിപ്പിടത്തെ. മുത്തുനബിയുടെ പേരിൽ കളവ് പറയാൻ പാടില്ല. വളരെ സൂക്ഷിക്കണം. നാവിനെ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ മഹാന്മാര് പറഞ്ഞു തന്ന ഒരു കവിതയുണ്ട്. എന്താണ് ആ കവിത? ബാ ഖുദാ ദീവാന ബാഷത് ബാ മുഹമ്മദ് ഹോഷിയാർ. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സംസാരിക്കും വളരെ സൂക്ഷിക്കണം. ബാ ഖുദാ ദീവാന ബാഷത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരാൾ സംസാരിക്കുകയാണെങ്കിലും അറിയുകയാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവൻ എന്താവാം? മസ്തായിക്കൊണ്ട് സംസാരിക്കാം. അവനക്ക് ഭ്രാന്തനാകാം. ഭ്രാന്തനായിട്ട് ഇനി എന്ത് സംസാരിച്ചാലും അള്ളാഹ് ഇഷ്ടിലാവുമ്പോ അള്ളാഹു പുറത്തു തരാൻ മതിയായവനാണ്. അള്ളാഹു താല ചിലപ്പോൾ പുറത്ത് തന്നേക്കാം. കാരണം അവൻ ഇഷ്ടിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ പറഞ്ഞതാണ്. അള്ളാഹു പുറത്തു തന്നേക്കാം. ബാഹുദാ ദീവാന ഭാഷ. അള്ളാഹിന്റെ കാര്യത്തിൽ എനിക്ക് ഭ്രാന്തരാവാം, മസ്തായിക്കോ. ബാ മുഹമ്മദ് ഹോഷിയ. എന്നാൽ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന വിഷയത്തിലും അറിയുന്ന വിഷയത്തിലും അത് പറയുന്ന വിഷയത്തിലും വളരെ ജാഗ്രത വേണം. അത് ചിലപ്പോൾ അള്ളാഹ് പുറത്തുനിന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അള്ളാഹ് പുറത്തു തരില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കുമ്പോഴും അങ്ങനെ വേണം. അള്ളാഹുവിന്റെ റസൂലിനെ അതിന്റെ ശരിയായ വണ്ണത്തിൽ അറിഞ്ഞ ആളെത്തുന്ന റസൂലിനെ മനസ്സിലാക്കാൻ പോകും.
അതല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒന്നില്ലെങ്കിൽ ഇഫ്രാത്തിലേക്ക് പോകും അവൻ, അല്ലെങ്കിൽ തഫ്രീത്തിലേക്ക് വരും. ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല, മിതത്തിൽ പോകണം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമ്മൾ ആരാ അവിടെ കിട്ടും? അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെ പുകഴ്ത്തി അള്ളാഹ്ക്കുന്നവര് അവര് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് വലിയ മാരിഫത്തുള്ളവരാണെന്നുള്ള വാദം ബാധിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അള്ളാഹിനെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ പോലെ റസൂലിനെ കാണുമായിരുന്നു. അള്ളാഹുവിന്റെ സ്ഥാനത്ത് റസൂലുള്ളാഹിനെ അവരോധിക്കുമായിരുന്നു. റസൂലുള്ളാഹി ആരാണ്? എന്താണ് ഹഖീഖത്തെ മുഹമ്മദ്? ഹഖീഖത്തെ മുഹമ്മദിയെ ശരിക്കും ശരിയായ ഹക്കായ മശായിഖന്മാരെ കൂടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവിടൊക്കെ പിഴക്കും. റസൂലുള്ളാഹിന്റെ ബാഹ്യം റസൂലാണ്, അബ്ദാണെങ്കിലും റസൂലുള്ളാഹിന്റെ ബാത്തിന അള്ളാണ്. അപ്പൊ അള്ള റസൂലായി വന്നതാണെന്നുള്ള ആശയം പ്രചരിപ്പിക്കുന്ന അവസ്ഥ വരുന്നത് ശരിയാമണ്ണത്തിൽ മനസ്സിലാക്കാത്ത. ഏത് രംഗത്തും റസൂലുള്ള ഒരിക്കലും അല്ല. ഒരു രംഗത്ത് റസൂലുള്ള മാലൂമാണെങ്കിൽ മറ്റൊരു രംഗത്ത് റസൂലുള്ള നൂറാണ്. റസൂലുള്ള അള്ളാഹുവിന്റെ നൂറാണ്. അപ്പൊ എന്താണ്? അള്ളാഹുവിന്റെ നൂറുമാണ്, അബ്ദുമാണ്. അപ്പോഴും അബ്ദ് തന്നെ. റസൂലുള്ള അള്ളാഹുവിന്റെ മാലൂമാണ്, അബ്ദുമാണ്. ഇതാണ് ത്വരീഖത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ അബ്ദുല്ലാഹ് എന്നുള്ളത് ത്വരീഖത്തിന്റെ ആശയമാണ്. ത്വരീഖത്തിന്റെ പഠിപ്പിക്കുന്ന പരിശുദ്ധ കലിമ മുഹമ്മദ് റസൂലുള്ള പഠിപ്പിക്കുമ്പോൾ, ആ മുഹമ്മദ് റസൂലുള്ള പഠിപ്പിക്കുമ്പോൾ ത്വരീഖത്തിന്റെ ആശയമായി അവിടെ പറയുന്നത് മുഹമ്മദിന് അബ്ദുല്ല. ആ റസൂലുള്ള മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റസൂലാണെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണെങ്കിൽ അള്ളാന്റെ അബ്ദുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആണെങ്കിൽ അള്ളാന്റെ അബ്ദുമാണ്. ഇനി മേലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലാന്റെ അവ്വൽ മാലൂമാണെങ്കിൽ അവിടെയും അബ്ദാണ്. ഗൈറാണ്, അള്ളാഹുവിന് ഗൈറാണ്, അള്ളാഹുവിന്റെ അയിനല്ല. മാലൂമാണെങ്കിലും ഗൈറാണ്. നൂറാണെങ്കിലും ശരി, അള്ളാഹു തആല മറ്റുള്ള സൃഷ്ടികളെയൊക്കെ ഇവിടെ വെളിപ്പെടുത്തിയത്, മറ്റുള്ള സൃഷ്ടികളെയൊക്കെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള കാരണഭൂതരാക്കിയത് എല്ലാം ഈ റസൂലിന്റെ നൂറ് കൊണ്ടാണെങ്കിലും അപ്പോഴും അബ്ദ് തന്നെയായിട്ടാണ് അള്ളാഹു തആല റസൂലിനെ അറിഞ്ഞതും കണ്ടതും എല്ലാം. അങ്ങനെയാണ്. ഈ അബ്ദിയത്ത് മാറ്റിയിട്ട് റസൂലുള്ള അത് കൂടുതൽ വിശദീകരിക്കണില്ല. അത് അതിൻ്റെതായ ആളുകൾ എടുത്ത് വന്നുകൊണ്ട് പഠിക്കുക. അത് ഇവിടെ ഞാൻ വിശദീകരിക്കണമല്ലോ കൂടുതൽ ഈ വിഷയങ്ങൾ. ഇസ്രാ, മിഅ്റാജ്, അല്ലാഹു തആലാന്റെ അടുക്കലേക്ക് അവന്റെ എന്താ പറയാ അവന്റെ കുനുഹുദാത്തുമായി അല്ലെ അല്ലാഹു തആല മിഅ്റാജ് ഉണ്ടായി, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുമായി സന്ധിച്ചു. എന്നിട്ട് പോലും അവിടെയും അബ്ദി എന്നാ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ പോലും സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് പറഞ്ഞു. രാത്രി പ്രയാണം നടത്തി അവൻ എത്ര പരിശുദ്ധനാണ്, അവന്റെ അടിമയെ എന്നല്ല പറഞ്ഞു. അള്ളാഹുവിൽ എത്തി, അള്ളാഹുവിന്റെ ഉന്നതമായ ഒരു സൃഷ്ടിയും എത്തിയിട്ടില്ല, ഒരു നബിമാരെത്തിയിട്ടില്ല, ഒരു മലക്കോ നബിമാരോ എത്തിയിട്ടില്ല. അങ്ങനത്തെ ഉന്നതമായ മർത്തബയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ എത്തിയിട്ടും വഹദത്തിന്റെ ഉന്നതമായിട്ടുള്ള തജല്ലിയാത്തുകളെ ഉൾക്കൊണ്ടിട്ടും അള്ളാന്റെ റസൂൽ അവിടെ അബ്ദായിട്ടാണ്. അബ്ദ് എന്നാ പറഞ്ഞത്. ഇന്ന് ആളുകൾ കുറച്ചൊരു അറിവൊക്കെ കിട്ടി നമ്മൾക്ക് ഇപ്പോ ഇവിടെ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് കുറച്ചൊക്കെ അറിവുണ്ട് കിട്ടുമ്പോൾ അള്ളാഹി മാറുകയാണ്. റസൂലിനെ അള്ളാക്കുന്നത് വേറെ, ആദ്യം അവരെന്നെ അള്ളാഹി മാറുകയാണ്. ഇപ്പോ ആ ഷെയ്ഖ് അള്ളാണെന്നൊക്കെ പറഞ്ഞു. അള്ളാഹു തആല കാത്തുരക്ഷ. അങ്ങനത്തെ പിഴച്ച വിശ്വാസക്കാരിൽ നിന്നും വിഭാഗക്കാരിൽ നിന്നും അങ്ങനത്തെ ആളുകളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ എവരെയും കാത്തുരക്ഷ. ഏത് രംഗത്തും റസൂല് തന്നെയാണ്. റസൂൽ ഹഖിൽ നിന്നും ഗൈറാണ്. റസൂൽ സൃഷ്ടിയാണ്. ഏത് രംഗത്തും റസൂൽ സൃഷ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ കമാലായ സിഫാത്തുകളെ കൊണ്ടും അവന്റെ ഇഅ്തിബാറാത്തുകളെ കൊണ്ടും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളും അങ്ങനെ തന്നെ. നമ്മൾ ആ ദറജ ഇല്ലെങ്കിലും ശരി, നമ്മളും അവന്റെ സിഫാത്തുകളെ കൊണ്ടും മറ്റും തന്നെയാണ് നമ്മളും വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ നമ്മളല്ലാവൂ എങ്കിൽ നമ്മൾ അള്ളാഹിനെ കൊണ്ട് നിലനിൽക്കുന്നത്, അല്ലാഹു തആലാനെ കൊണ്ട് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അല്ലാഹു തആല അവന്റെ സിഫത്ത് നമുക്ക് തന്നിട്ടൊന്നുമില്ല. എന്നാൽ അതിന്റെ തജല്ലിയാത്തുകളോ ലില്ല് കൊണ്ടാണ്, അതിന്റെ ലില്ല് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും സർവ്വസൃഷ്ടിചരാചരനോട് വെളിവാക്കിയിട്ടുള്ളത്. അതിന്റെ സിർ എന്താണ്? അത് മശായിഖുമാരുമായിട്ട് ബൈഅത്ത് ചെയ്തിട്ട് ശരിയായ മണത്തിൽ മനസ്സിലാക്കിക്കോളി.
ഏറ്റവും നല്ലത് സിൽസില നൂരിയ വാരിഫിയ, ഇതിൽ വന്നിട്ട് മനസ്സിലായി. ഈ സിൽസില നൂരിയ വാരിഫിയുടെ ഖുലഫാക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷെയ്ഖുനാ തങ്ങൾ നൂർ ഷാ സാനി സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടെ വന്നും കണ്ട് ഷെയ്ഖുനാന്റെ അലർത്തിൽ നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ഒരു കുഴപ്പമുണ്ടാവും, വളരെ സിമ്പിളായിട്ട് അവർ മനസ്സിലാക്കി. എന്നാൽ ഒരു കുഴപ്പമുണ്ടാവും, ഒരു ഷിർക്കിലേക്കും പോലെ കുഫറിലേക്കും പോലെ ഇഫ്രാത്തിലേക്കും പോലെ തഫ്രീത്തിലേക്കും പോലെ